ഇത് മൊത്തം അഫാൻ എന്തൊക്കെയോ കരുതി കൂട്ടി ഇത്തരം കടങ്ങളോ ഈ അഫാൻ കടങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അവനൊരു കടവും ഇല്ല. ഇല്ല, നമുക്ക് ഈ വീട്ടിലുള്ള കടങ്ങൾ മാത്രമേ യാതൊരു പ്രശ്നങ്ങളും. പക്ഷേ അഫാന് കടവില്ല, വീട്ടിലുള്ള ഈ സാമ്പത്തിക ബാധ്യതയുള്ളൂ. ഈ വീട് വെച്ചതിനൊക്കെ അത്രയും ലക്ഷം ഇപ്പം ഈർക്കിൽ പോലും എടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല. അവനെ നാം വെട്ടി കൊടുക്കുമായിരുന്നു, അവന് ചോറ് വാരി കൊടുക്കുമായിരുന്നു. 2 മക്കളെ തലേദിവസം ചോറ് ഒരു വാരി കൊടുത്താണ് ഞാൻ അവിടെ കിടത്തി. അമ്മയാണ് ചോറ് വാരി കൊടുക്കുന്നത്, നഖം വെട്ടി കൊടുക്കുന്നത്. സ്വന്തമായിട്ട് നഖം പോലും വെട്ടാത്ത, ഒരു ഈർക്കിൽ കൊണ്ട് പോലും ഒരു അടി പോലും കൊടുക്കാത്ത. നാം വെട്ടാൻ പറ്റൂല, പെരുപ്പാണ് കൈ ദേഹമൊക്കെ പെരുക്കും. അതുകൊണ്ട് ഞാനാണ് അവനെ നാം പോലും വെട്ടി കൊടുക്കണം. നഖം വെട്ടാൻ പെരുപ്പുള്ളവനാണ് ഇത്രയും പേരെ കൊന്നു തള്ളിയത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള നരാധമനായിട്ടുള്ള അഫാൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. അവരുടെ കുറച്ച് ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അത് ഓക്കെ, അത് എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കേൾക്കാം. പല ആൾക്കാരും പറയുന്നുണ്ട് ഇവർക്ക് എന്തിനാണ് വീട് വെച്ച് കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ ഇവരുടെ ഈ വാക്കുകൾ വിശ്വാസയോഗ്യമല്ല. അത് എനിക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞൊരു വീഡിയോസിൻ്റെ അകത്ത് പലയിടത്തും അവർ കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യമായിട്ട് ഞാനത് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് അതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങളാണ് ഇതിനകത്ത് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ വാസ്തവ സത്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ പുറത്ത് വരട്ടെ എന്ന് മാത്രം ചിന്തിക്കാം. എന്താണ് അവർ പറയുന്നുള്ള കാര്യം നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ, കുറേ അധികം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒറ്റപ്പെടലും ബുദ്ധിമുട്ടും സാഹചര്യങ്ങളും മോശമായിട്ട് ക്ലേശകരമായ സാഹചര്യത്തിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓക്കെ, എനിവേ നമുക്ക് കേൾക്കാം. ലോൺ വെച്ചാണോ വെച്ചിരിക്കുന്നത്? ലോൺ വെച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. പിന്നെ എന്റെ ആശുപത്രി കാര്യങ്ങൾക്കൊക്കെ എനിക്ക് 10 വർഷം കൊണ്ട് ക്യാൻസർ ചികിത്സ. ക്യാൻസർ ആണോ? എന്ത് ക്യാൻസർ ആണുള്ളത്? ബ്രസ്റ്റ് ക്യാൻസർ ആണുള്ളത്. ബ്രസ്റ്റിനുള്ള കാര്യം എന്ന് വെച്ചാൽ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭർത്താവ് പ്രവാസിയായിരുന്നു കഷ്ടപ്പെടുമ്പോൾ ഇവിടെ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യം അവിടെ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലെന്നും പറയുന്നുണ്ട്. ഓക്കെ, അതായത് റഹീമിക്കയുടെ ഉമ്മയും മക്കളും ധാരാളിത്തം കാണിച്ച് ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചുവെന്നാണ് പൊതുസമൂഹത്തിൽ അഫാൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് റഹീമിക്കയുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റഹീമിക്കയുടെ ഭാര്യ ഷെമിത്തായെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലക്ഷങ്ങളുടെ ബാധ്യത കടം വന്നത് എങ്ങനെയാണെന്ന് ആരും ചോദിച്ചിട്ടില്ല. കുറ്റപ്പെടുത്തലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി വീട് വെച്ചുകൊണ്ട് 10 വർഷമായിട്ട് ക്യാൻസർ ചികിത്സിക്കുക എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല, അല്ലെ? അത്രത്തോളം പൈസ വേണം. പക്ഷെ ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ ആരെയും അറിയിച്ചിരുന്നില്ല. എന്തോ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് എനിക്കിത് ഈ പുള്ളിക്കാരെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തോന്നുന്നത്. ആ പുള്ളിയെ കുറ്റപ്പെടുത്തി പറയുന്നതോ അല്ല, അവരെ കുറ്റപ്പെടുത്തുന്നതോ അല്ല. കാരണം ഇതുവരെ ഇല്ലാത്തൊരു കാര്യത്തിന് മറ്റൊരു തരത്തിലേക്ക്, ഒരു ഡയമെൻഷനിലേക്ക് ഒരു സംഭവമാണ് വരുന്നത്. എന്താണെങ്കിലും സത്യം പുറത്തു വരട്ടെ എന്നേ മാത്രമേ പറയാനുള്ളൂ. ഇതിനകത്ത് ആ അമ്മ അനുഭവിക്കുന്ന വേദനയും അവരുടെ ആ മകൻ അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ആ ഒരു തിക്താനുഭവവും അവരുടെ ലൈഫിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ട്രോമ വലുതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ആരും തള്ളിക്കളയത്തൊന്നുമില്ല, ഒരിക്കലും തള്ളിക്കളയുന്നില്ല. പക്ഷേ അറിയാം, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. 2-3 വർഷമൊക്കെ അതിനുശേഷം വന്നായിരുന്നു, നാട്ടിൽ വന്ന് ചികിത്സിച്ചിട്ടൊക്കെ പോയായിരുന്നു. പിന്നെ ഇപ്പൊ 7 വർഷം കൊണ്ടാണ് നാട്ടിൽ വരാത്തത്. പക്ഷേ അതായത് അവർക്ക് സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സിംറ്റംസ് അവിടെ തീർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു മെഡിക്കേഷനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു, അത് നമ്മുടെ സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞു കഴിയുമ്പോഴേക്കും ആ ഒരു പ്രശ്നം തീർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ശേഷം വീണ്ടും അതിന് സാധ്യത ഉണ്ടോ, അതിന് വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് കാരണം അതിന് വലിയ വൻ ചിലവ് വരുന്ന ട്രീറ്റ്മെൻറ്റ് ആണോ എന്ന് അറിയുന്നവരൊന്ന് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. സമയത്തുള്ള നമ്മുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീട് വെച്ചതിന്റെയും ഈ ഒരു ഹോസ്പിറ്റൽ കേസിന്റെയുമാണ് നിങ്ങൾ ഇത്രത്തോളം ബാധ്യത വന്നത്. പക്ഷെ പൊതുസമൂഹത്തിൽ എപ്പോഴും പറയപ്പെടുന്നത് നിങ്ങൾ അനാവശ്യമായി പരിഹരിച്ച് ധാരാളം ഉള്ളതാണോ? ഇല്ല, നമ്മൾ ധാരാളം അങ്ങനെ കാണിക്കാറില്ല. ഞാനും എന്റെ മോനും എന്റെ ആസാനും 3 പേരും കൂടെ ചേർന്ന് നമ്മൾ 3 നേരം സാധാരണ ഒരു കുടുംബം അനാവശ്യ ചെലവോ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ. ഇപ്പൊ 2 വർഷമായി നമ്മൾ ഡ്രസ്സ് തന്നെ എടുത്ത് 2 വർഷമാകും. 2 വർഷത്തെ ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ട് 2 വർഷമാകുന്നു. ധാരാളിത്തം കാണിക്കുന്നവരെല്ലാം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവരാണ് എന്നാണ് അവർ പറയുന്നത്. ഈ അഫാൻ എന്ന് പറയുന്നത് മൂത്ത മകനാണ്. ഈ മൂത്ത മകൻ ഒരു ധാരാളിയായിരുന്നു, അടിച്ചു പൊളിച്ച് നടക്കുക, അല്ലെങ്കിൽ വില കൂടിയ ബൈക്കിൽ നടക്കുക, അങ്ങനെ വെള്ളമടി, അങ്ങനെ ഒരു രീതിയിലായിരുന്നു നടന്നത്. ഇല്ല, അവൻ ഞാൻ പറയുന്നത് എന്ത് അനുസരിച്ചാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എവിടെ പോയാലും അവൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് എമ്മച്ചി ഇവിടെ നിൽക്കണം പറഞ്ഞ് ഫോൺ വിളിച്ച് പറയും. ഇടേ അവർ തന്നെയല്ലേ ഇപ്പൊ പറയുന്നത്, ഞാൻ പറയുന്നത് എന്ത് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു മകനായിരുന്നു എന്ന്. അപ്പം അമ്മ പറയുന്നത് എന്തും അനുസരിക്കുന്നൊരു മകനാണ് ഈ പറഞ്ഞ അഫാൻ. ആ അഫാനാണ് ഇത്രയും പേരെ കൊന്നത്, സ്വന്തം ഇളയ കുഞ്ഞിനെ അടക്കം കൊന്നു തള്ളിയത്. ഓക്കെ, അപ്പം ഇവരുടെ ധാരാളിത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള സാമ്പത്തികം ആവശ്യമാണ്. അതുപോലെ തന്നെ വീട് ലോണിലാണ്. ലോൺസ് നമുക്കറിയാം, ഈ ഹൗസ് ലോൺ, ഹോം ലോണൊക്കെ സത്യം പറഞ്ഞാൽ ഞാനത് കാണുന്നവർ അറിയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഹോം ലോണൊക്കെ എടുത്തിട്ട് പെട്ട് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഇതുപോലത്തെ ഒരു സാധനം ലൈഫിനകത്ത് ഒരാളെ ലൈഫ് നശിപ്പിക്കാൻ പറ്റിയൊരു സാധനം വേറൊന്നുമില്ല. കാരണം അത് ഒരു കുറച്ച് ഡ്യൂ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അങ്ങോട്ട് ത്രെട്ടാണ്, പിന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാറും. എടുത്തിട്ടാണ് അത് വേറെ കാര്യം, അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവർ ഇതിൻ്റെ പുറകെ പോയി ഹോം ലോൺ ഹൗസ് ലോൺ എടുക്കുന്നതിന് നിങ്ങൾക്ക് അതിനുള്ള വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ പണി പാളും, 8ന്റെ പണി കിട്ടും. പലിശയുടെ പലിശയും മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് കൊണ്ടു നിർത്തും. അങ്ങനെ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വിളിക്കും, ഫോട്ടോ അയച്ചു തരും, എന്റെ അടുത്ത് നിൽക്കണമ്മ. അപ്പൊ ഞാൻ ചോദിക്കും, മക്കളെ നീ വരാത്തമ്മ, ഞാൻ എന്റെ അടുത്ത് നിൽക്കലും. അല്ലാതെ അവൻ ഈ വിപരീതമായി ഞാൻ പറയുന്നത് അല്ലാതെ അവൻ വേറെ ഒന്നും. ഈ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടായിരുന്നു വെള്ളം പിടിക്കാൻ? അങ്ങനെ ഇല്ല, ഒരിക്കലും കണ്ട ഇത്തിരി വെള്ളം അടിച്ചോണ്ട് വന്നാന്ന് ഞാൻ ഇല്ല മദ്യപാനിയല്ല എന്റെ കൊച്ചു മദ്യപാനി ഒരിക്കലുമല്ല. അപ്പൊ ആ ഒരു രീതിയിലൊന്നും അല്ല നിങ്ങളൊരു സാമ്പത്തിക. അഫാനെ കുറിച്ച് മുൻപ് പറഞ്ഞ ആൾക്കാരും അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള ഈ പറഞ്ഞ എന്തെങ്കിലും ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യപാനമോ അങ്ങനെയുള്ള ദുശീലങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരും ഞാനും കേട്ടിട്ടില്ല. പക്ഷെ അന്ന് ഈ ഒരു പരിപാടി നടത്തുന്ന സമയത്ത് പുള്ളിക്കാരൻ ഈ മദ്യത്തിന്റെ പ്രസൻസ് ആളിനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ വേറെ എന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഉണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു മാത്രമാണ് അമ്മ പറയുന്നത്. ഇല്ല അങ്ങനെയൊന്നും അല്ല. എനിക്ക് തിരിച്ചരപരമായിട്ടും പിന്നെ ബാങ്കിൽ ലോണുമായിട്ടാണ് ഞാൻ അന്ന് സാറിന്റെ അടുത്ത് കാണിച്ചു. സാറേ എനിക്ക് എന്റെ കാർഡ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 3000 രൂപ ഇല്ല ഹോസ്പിറ്റലിൽ പോവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാറിനെ വില പോകാൻ. അപ്പം ഈ കൊണ്ട കടങ്ങൾ ഇത്രയും വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പൊതുജനത്തിൽ പല സമൂഹ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രവാസിയായ റഹീമിക്ക അയച്ച പൈസ മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞ് അനാവശ്യമായി ഈ കടങ്ങൾ വരുത്തി വെച്ചു. ഷെമീത്തയ്ക്ക് പറയാനുള്ളത്, അവർക്ക് വന്ന കടം ഈ ഒരു വീട് വെച്ചതിന്റെയും ഈ ഒരു ക്യാൻസർ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിക്കുന്ന ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഇത് സാധനം ഒരു സ്റ്റോറി ടെല്ലിംഗ് പുറത്ത് തോന്നുന്നു. ഞാൻ വേറെ ഒന്നും വീണ്ടും പറയണമെന്നല്ല, ഇതുവരെ കേൾക്കാത്തൊരു കാര്യം ഇങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കാരണം ഇപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജീവനോടുള്ളതെന്ന് വെച്ചാൽ ഈ ഉമ്മ, അവരുടെ ഹസ്ബൻഡ് അഫാൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ഉള്ളത് ആ മകൻ മാത്രം അല്ലേ. അപ്പോൾ അവരുടെ ഇളയ മകനും പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം എന്തുകൊണ്ട് അഫാൻ ചെയ്തു എന്നുള്ളൊരു കാര്യം പൊതുസമൂഹത്തിൻ്റെ ചോദ്യത്തിന് അവർ കൊടുക്കുന്നൊരു മറുപടി മറ്റൊരു പുതിയൊരു ഡയമെൻഷനിൽ ഒരു സംഭവമാണ്. അതായത് ഒന്ന് വീട് വച്ചതിൻ്റെ കടം, അതൊന്ന്. 2 അമ്മയ്ക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ, ചിലവുകൾ, ഇതൊക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങളാലും ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കൂടിയത് കാരണം ഈ അഫാൻ അതിൻ്റെ മറ്റുള്ള പല ആൾക്കാരെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടും ആശ്രയിക്കാൻ ശ്രമിച്ചു. അവർ കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ വൈരാഗ്യത്താൽ കൊന്നു എന്നുള്ളതാണോ വരാൻ ഉദ്ദേശിക്കുന്നത്? അതാണോ ഇതിൻ്റെ പിന്നിൽ ചിന്തിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ എന്തിനു കൊന്നു? ഇളയ ആ അനിയനായിട്ടുള്ള ചെറുക്കൻ എന്തിനു കൊന്നു? ഇപ്പോൾ മറ്റുള്ളവരോട് മറ്റേ ഈ പ്രായപൂർത്തിയായിട്ടുള്ളവരെ കൊന്ന് അവരുടെ കാര്യത്തിനകത്താണെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് വൈരാഗ്യത്തിൻ്റെ കാര്യം നിങ്ങൾ പറയാം. ബാക്കി ഈ അമ്മ എന്ന് പറഞ്ഞ വ്യക്തിയെ എന്താ പറയുക, ഒരു മൃതപ്രായയാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ ആക്കി വിട്ടിട്ട് പോയി. ബട്ട് ബാക്കി ആ ഇളയ കുട്ടിയെ കൊന്നതും ആ പെൺകുട്ടിയെ കൊന്നതിൻ്റെയൊക്കെ കാരണം അത് ശരിക്കും എന്തായിരിക്കും? ഇതുമായിട്ട് ഇത് എങ്ങനെ കണക്റ്റഡ് ആകും? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു പൊതുസമൂഹത്തിൻ്റെ സംശയത്തിൻ്റെ പോലെ തന്നെ നമുക്കും ഇത് കേട്ട് ലോജിക്കലി ഇതുവരെ കേൾക്കാത്തൊരു പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ ഉള്ളൊരു സംഭവമാണ് ഇപ്പം ഷെമീത്ത പറയുന്നത്. അതോടൊപ്പം മകൻ്റെ ഒരു കാര്യം, ഈ ഒരു മകൻ ഇത്രയും കൊലപാതകങ്ങളും കാര്യങ്ങളും ചെയ്ത് ഏകദേശം ഇളയ മകനെ അടക്കം റഹീമിക്കയുടെ ബന്ധുക്കാരെ അടക്കം 5ഓളം പേരെ ക്രൂരമായിട്ടാണ്. ഒരു സാധാരണ ലെവലിലുള്ളതല്ല, നമ്മളിപ്പോൾ ഒരു സാധാരണക്കാർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം മെന്റലി ഇതായിട്ടുള്ള ഒരാളെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്ത ഒരാളെ കാണണം എന്ന് ഇത്ത പറഞ്ഞ എന്തുകൊണ്ടാണ്? അന്നത്തെ ദിവസം ഞാൻ അറിഞ്ഞിരുന്നില്ല 5 പേരെ കൊന്നറിഞ്ഞില്ല. എന്റെ ഇളയ മോനെ കൊന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് എനിക്ക് മോനെ കാണണമെന്ന് മാത്രം ഈ ഒരു ഉപദ്രവം ചെയ്തിട്ടുള്ളൂ. എന്നോട് മാത്രമേ ഈ ഉപദ്രവം ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. മോനെ രക്ഷിക്കണമെന്ന് വെച്ചിട്ടാണ് എന്റെ 2 മക്കളെ രക്ഷിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം 2 മക്കളെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്റെ മോനെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പക്ഷേ അമ്മ എന്നുള്ള രീതിയിൽ മോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു അമ്മയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും മക്കളുടെ അമ്മയാണ്. അപ്പോൾ ആ ഒരു മക്കളുടെ ഒരു സാഹചര്യത്തിലും അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയൊക്കെ തന്നെ ആയിരുന്നാലും ഏറ്റവും നല്ല ഉറ്റ മിത്രം ഫ്രണ്ടാണെങ്കിലും അതുപോലെ തന്നെ സ്വന്തം അമ്മയാണെങ്കിലും ഒരുമാതിരിപ്പെട്ട എന്ത് കാര്യം ചെയ്തിരുന്നാലും ലോകത്ത് ആരൊക്കെ എന്തൊക്കെ തള്ളി പറഞ്ഞാലും ഏറ്റവും ഉറ്റ മിത്രവും അതുപോലെ തന്നെ പെറ്റമ്മയും വിട്ട് കളയത്തില്ല എന്നുള്ളതാണ്. അതിൽ അവരെ കാര്യം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. സ്വന്തം മകനാണ്. സോ അതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റും തോന്നുന്നില്ല. ഈ ഇത്രയും പേര് മരിച്ച കാര്യങ്ങളൊക്കെ മരിച്ച കാര്യങ്ങളൊക്കെ അറിയുന്ന 7ാം ദിവസമാണ്. 5ാം ദിവസം മോൻ മരിച്ചെന്ന് ഇക്ക പറഞ്ഞാണ് അറിയുന്നത്. 7ാം ദിവസവും ഇക്ക പറഞ്ഞാണ് ഈ ഇത്രയും പേര് മരിച്ചു എന്ന് പിന്നെ ആ മോനെ കാണണമെന്നൊരു തോന്നുന്നുണ്ടോ? ഇല്ല, പിന്നെ മോനെ കാണണമെന്നില്ല. എന്റെ അപ്പയെ കൊന്നു, പിന്നെ എനിക്ക് കാണണമെന്നില്ല. എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ നീ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. അത്രത്തോളം സ്നേഹത്തോടെയാണ് ഈർക്കിൽ പോലും എടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല. അവനെ നഖം വെട്ടി കൊടുക്കുമായിരുന്നു, അവന് ചോറ് വാരി കൊടുക്കുമായിരുന്നു. 2 മക്കളെ തലേദിവസം ചോറ് ഒരു വാരി കൊടുത്താണ് ഞാൻ കിടത്തി. അമ്മയാണ് ചോറ് വാരി കൊടുക്കുന്നത്, നഖം വെട്ടി കൊടുക്കുന്നത്. സ്വന്തമായിട്ട് നഖം പോലും വെട്ടാത്ത, ഒരു ഈർക്കിൽ കൊണ്ട് പോലും ഒരു അടി പോലും കൊടുക്കാത്ത അങ്ങനെയുള്ളൊരു മകനാണോടെ ഇത്രയും പേരെ കൊന്നു തള്ളിയത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഇതിന് മാനസിക പ്രശ്നമുണ്ടോ?
അറിയത്തില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ജയിലിനകത്തൊക്കെ പോകുന്ന സമയത്തും അവന് ബീഫുണ്ടോ ചിക്കനുണ്ടോ ഇറച്ചിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൊന്നതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ഒരു കണ്ണുനീരോ ഒരു റിഗ്രറ്റോ ഒരു സഹതാപ കുറ്റമോ ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തൊരു വ്യക്തി ഇപ്പം ഈ ഒരു സംഭവം അവൻ മെൻ്റലി സ്റ്റേബിൾ അല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പം അമ്മ പറയുന്നതിനകത്തുനിന്ന് ഒന്നും നാം വെട്ടാൻ അറിഞ്ഞുകൂടെ, അവനെ നാം വെട്ടാൻ പറ്റൂല, പെരുപ്പാണ് കൈ ദേഹമൊക്കെ പെരുക്കും. അതുകൊണ്ട് ഞാനാണ് അവനെ നാം പോയി വെട്ടി കൊടുക്കണം. നാം വെട്ടാൻ പെരുപ്പുള്ളവനാണ് ഇത്രയും പേര് കൊന്നു തള്ളിയത്. ഷോ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ് നിങ്ങൾ എല്ലാവരും. നമ്മൾ 3 പേര് മൂന്നല്ല ഇക്കായും കൂട്ടി 4 പേരും കൂടെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞത്. അപ്പൊ ഇത്രയും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് പിന്നത്തേക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. വിശ്വാസം ഉണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ, എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെയ്യൂലായിരുന്നു. അന്നത്തെ ദിവസം ചായയിൽ എന്തോ കഴിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നീട് ചായ വെച്ചെടുത്ത് കുടിച്ചത്. അപ്പൊ അതിനെന്തോ ഉണ്ടെന്നാണ് എന്റെ സംശയം. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു ഇതൊന്നും സംഭവിക്കത്തില്ല. ഇല്ല, സംഭവിക്കില്ലായിരുന്നു. എന്റെ വീട്ടിൽ 3 വീട്ടിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇത് മൊത്തം അഫാൻ എന്തൊക്കെയോ കരുതി കൂട്ടി ഇത്തരം കടങ്ങളോ ഈ അഫാൻ കടകൾ വല്ലതും ഉണ്ടോ? ഇല്ല, അവനൊരു കടവും ഇല്ല. നമുക്ക് ഈ വീട്ടിലുള്ള അഫാന് കടവില്ല, വീട്ടിലുള്ള ഈ സാമ്പത്തിക ബാധ്യതയുള്ളൂ. ഈ വീട് വെച്ചതിനൊക്കെ അത്രയും ലക്ഷം, ഇപ്പം എത്ര ലക്ഷം രൂപയുടെ അദ്ദേഹത്തിന്റെ കടത്തിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം 7 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു. വേറെ ചിലർ ഇത് പറയുന്നു അദ്ദേഹത്തിന് വേറെ കടവും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലാണ് കടം എന്നുള്ളത് പറയുന്നു. പുള്ളിക്കാരൻ അവിടെ കുറേ സാമ്പത്തിക ബാധ്യതയായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് പുള്ളിക്കാരൻ അവിടുത്തെ കടം എല്ലാം തീർത്തിട്ടൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് പറയുന്നു. ഇതെല്ലാം ആയിക്കോട്ടെ, ഇതൊക്കെ നടന്നൊരു കാര്യം. പക്ഷെ അവർക്ക് ഇപ്പം മറ്റൊരു വീട് വെച്ച് കൊടുക്കുന്നു, സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വളരെ സെൻസേഷനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. കൊലപാതകങ്ങൾ നടന്നൊരു വീട്ടിൽ ആ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ വീട് വെച്ച് കൊടുക്കുന്നതും അവരെ പാർപ്പിക്കാനുള്ള ഇടം കണ്ടെത്തി കൊടുക്കുന്നതൊക്കെ നല്ലതാണ്, ഞാൻ ഒരിക്കലും അത് കുറ്റപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇവർ ഈ ഒരു സംഭവം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൊല ചെയ്യപ്പെട്ടാൽ മാത്രം ആണോ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്? അതോ നമ്മുടെ സമൂഹത്തിൽ വേറെ അർഹതപ്പെട്ടുള്ള വീടും കുഴിയും തൊഴിലും ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത രീതിയിൽ കിടക്കാനോ കഴിക്കാനോ നിവൃത്തിയില്ലാത്ത ആൾക്കാർ തെരുവിൻ്റെ വരാന്തകളിൽ പോലും ഇപ്പോഴും കിടക്കുന്ന ഈ നാട്ടിൽ അങ്ങനെ കണ്ടെത്താൻ മാത്രം ആൾക്കാർ അത്രത്തോളം ഇല്ലേ നമ്മുടെ നാട്ടിൽ? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. അതോ സെൻസേഷനലൈസ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് അതിനകത്തൊരു ബെനിഫിറ്റോ കിട്ടുന്നുള്ള കണ്ടിട്ടാണോ ചെയ്യുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്ന കേട്ടോ. അത് ശരിക്കും ചിന്തിക്കണം. കാരണം സമൂഹത്തിൻ്റെ അകത്ത് ഞാനും കാണുന്നുണ്ട്, ഇവിടെയൊക്കെ അരിപ്പഷ്ണിയിൽ കിടക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വീട് വെച്ച് കൊടുക്കാനാണെങ്കിലും വീട് വേണ്ട, ഒരു ചെറിയൊരു ചെറ്റമാടം പോലെ കെട്ടിക്കൊടുത്താൽ പോലും താമസിക്കാൻ, സ്വർഗം പോലെ താമസിക്കാൻ റെഡിയായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു വിഷയത്തിന് മാത്രം എന്താണ് ഇത്ര പെട്ടെന്നൊരു വീടൊക്കെ വെച്ച് കൊടുത്ത് സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്? ആ അച്ഛനമ്മമാരെ പാർപ്പിക്കുന്നതിന് ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല, അവർക്കും വേണം. സോ ഇപ്പോൾ വീട് കേസിലാണ്, ആ കേസിലായാലും ആ കേസ് കഴിഞ്ഞാൽ വീട് അവർക്ക് തിരിച്ചു വരും. മറ്റേ സ്വാഭാവികമായിട്ടും ആ ഒരു വീടിൻ്റെ മേലുള്ള മറ്റ് നടപടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വിഷയമൊക്കെ തീർന്ന് ആരെങ്കിലുമൊക്കെ സഹായിച്ച് ചിലപ്പോൾ അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. മറിച്ച് വീട് പിന്നെ ബാങ്കിൽ നിന്ന് സാർ വന്നതിൻ്റെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവന് പിന്നെ ആൾക്കാർക്ക് അറിയും, മാനക്കേട് അവന് തോന്നിയായിരുന്നു. പക്ഷേ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ സാറിനെ പിടിക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ പിടിച്ചകത്ത് കയറ്റിയത്. ഈ അഭിമാന പ്രശ്നത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് വീടിൻ്റെ ജപ്തി നടക്കും എന്നുള്ള കാര്യം, ഇപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നുള്ള കാര്യം മാനസികമായിട്ട് ബാധിക്കുമെന്ന് വെച്ചാൽ അത് ബാധിക്കും. അതിന് യാതൊരു സംശയമൊന്നും വേണ്ട. അതാണ് ചിലപ്പോൾ കാരണമാണോ എന്ന് നമ്മൾ ചിലപ്പോൾ അന്വേഷണം തെളിയട്ടെ. അതൊരു കാരണം തന്നെയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരാമെന്നുള്ള സാഹചര്യം, അത് അഭിമാനച്യുതി, അത് ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി ചോദിച്ചോ എന്നുള്ള കാര്യം, അതിനകത്തൊരു കൺവിൻസിങ് എലമെന്റ് ഉണ്ട്. പക്ഷെ ഇത്രത്തോളം ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. അതെ, ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ ഒരു അനിയനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് നോക്കി വളർത്തിയെന്നൊക്കെ കഴിഞ്ഞ എന്റെ ഇന്റർവ്യൂവിൽ പിന്നെ റഹീമൊക്കെ പറഞ്ഞായിരുന്നു. മോനെ അങ്ങനെ നോക്കി വളർത്തിയത്, എന്റെ കൊച്ചിനെ അവൻ അടിച്ച് കൊന്ന് എന്റെ പൊന്നുമോനെ അവന്റെ കണ്ണൊക്കെ ഇല്ലാതായെന്ന് പറയുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പം നമ്മളെന്തായാലും ഷെമിത്തെ കാണാൻ ഇവിടെ വന്നു. ഇവിടെ ഷെമിത്തെ ഇപ്പൊ താമസിക്കുന്നത് സ്നേഹസ്പർശം എന്ന് പറഞ്ഞ വെഞ്ഞാറമൂടുള്ള കെയർ ഹോമിലാണ്. ഓക്കെ, അപ്പോൾ ആ അമ്മയുടെ അവസ്ഥ പരിതാപകരമാണേ. ഇപ്പം ക്യാൻസർ രോഗത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പോഴാണ് അറിയുന്നുള്ള കാര്യമുള്ളൂ. ഇത്രയും വലിയ ചാനൽ ചർച്ചകളിലൊന്നും ഇതെവിടെയും കേട്ടില്ല. ഇപ്പോഴാണത് കേൾക്കുന്നത്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു 10 വർഷത്തോളം. അപ്പോൾ അതിൻ്റെ സർജറി സമയത്ത് അദ്ദേഹം വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് 7 വർഷം പിന്നെ വന്നിട്ടില്ല എന്നാണ് സർജറി. അപ്പോൾ 7 വർഷത്തിന് മുമ്പാണ് സർജറി നടന്നു വിചാരിക്കുന്നു. അപ്പോൾ 7 വർഷത്തിന് ശേഷം അദ്ദേഹം ഈ അഫാൻ്റെ അച്ഛൻ തിരിച്ചു പോയതിനു ശേഷം നാട്ടിലേക്കും വന്നിട്ടില്ല. നാട്ടിൽ ഈ പറഞ്ഞ വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട കടവും മറ്റുള്ള കാര്യങ്ങളും കയറി അതിൻ്റെ അഭിമാനച്യുതിയും വീട് ജപ്തി നടപടികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി സമയത്ത് പുള്ളിക്കാരൻ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് കൊന്നത്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ ഫർസാന എന്നല്ലേ, ആ പെൺകുട്ടിയെ എന്തിനു കൊന്നു?
ഈ അനുജനെ എന്തിനു വന്നു? അങ്ങനെയാണെങ്കിൽ ഉമ്മയെ കൊല്ലാൻ വേണ്ടി നോക്കി, ഉമ്മ രക്ഷപ്പെട്ടു. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു കാരണത്താലാണ് ഒരാൾ കൊല്ലാൻ നോക്കിയതെങ്കിൽ പറയേണ്ടേ. പക്ഷേ അയാളുടെ മുഖത്ത് ഈ നിമിഷം വരെയും ഒരു തരത്തിൽ കുറ്റബോധം പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഇയാൾ ചെയ്തെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അന്വേഷണത്തിൽ തെളിയട്ടെ. സോ എന്തായാലും അമ്മയുടെ ഒരു കണ്ണുനീരിനെയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇപ്പോഴത്തെ നിലയെയോ ഞാൻ ഒരിക്കലും പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അവരെ വേദനിപ്പിക്കാനോ ഒന്നും ഞാൻ ഇത് നിൽക്കുന്നില്ല. ബട്ട് ഇപ്പോഴാണ് ഈ വിഷയം അറിയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവർ മാത്രമല്ല സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് പേരിങ്ങനെ നിലവിൽ ഒന്നുമില്ലാതെ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്നവരുണ്ട്. ചില വിഷയങ്ങൾ വരുമ്പോഴും ചില പ്രകൃതിയിൽ എന്തെങ്കിലും ഇതൊക്കെ നടക്കുന്ന സമയത്തും ചിലർക്ക് മാത്രം അവരുടെ വീട്ടിലുള്ളവർക്ക് മാത്രം ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും കിട്ടാത്ത അതിന് ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് വ്യക്തമായി അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.